8 മാസത്തിനിടെ JSW-MG മോട്ടോർ ഇന്ത്യയുടെ വിൻസർ EV ടാറ്റയുടെ നെക്സണിനെയും പഞ്ചിനെയും മറികടന്ന് രാജ്യത്തെ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന ഇലക്ട്രിക് കാറായി മാറിയിരിക്കുകയാണ്. 23,918 യൂണിറ്റ് വിൻസർ EVകൾ വിറ്റഴിച്ചപ്പോൾ ടാറ്റ നെക്സോൺ EVയും പഞ്ച് EVയും ചേർന്ന് 20,859 യൂണിറ്റുകൾ മാത്രമാണ് വിറ്റഴിച്ചത്. കഴിഞ്ഞ 8 മാസത്തിനിടെ ഇലക്ട്രിക് വാഹന വിപണിയിൽ വളരെയധികം മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ വർഷം സെപ്റ്റംബർ 11-ന് പുറത്തിറക്കിയതിനു ശേഷം വിൻസർ EV രാജ്യത്തെ ഏറ്റവും അധികം വിറ്റഴിക്കപ്പെടുന്ന ഇലക്ട്രിക് കാറായി മാറുക മാത്രമല്ല, വിൽപ്പനയിൽ ടാറ്റ നെക്സോൺ EV, പഞ്ച് EV എന്നിവയേക്കാൾ മുന്നിലുമാണ്. വിൻസർ EVയുടെ മൊത്ത വിൽപ്പന ഡാറ്റ കാണിക്കുന്നത് വിൻസർ EV പുറത്തിറക്കിയതിനു ശേഷം 23,918 പേർ വാങ്ങിയെന്നാണ്. ഇതേ കാലയളവിൽ ടാറ്റ മോട്ടോഴ്സ് 11,296 യൂണിറ്റ് നെക്സോൺ EVയും 9,563 യൂണിറ്റ് പഞ്ച് EVയും വിറ്റു. ആകെ 20,859 യൂണിറ്റുകൾ. ഇതോടെ വിൻസർ EVയുടെ വിൽപ്പന ഏകദേശം 3,000 യൂണിറ്റുകൾ പിന്നിട്ടു. അതിവേഗം വികസിച്ചുകൊണ്ടിരിക്കുന്ന ഇലക്ട്രിക് വാഹനം വിപണിയിലെ ഒരു നാഴികക്കല്ലാണിത്. 52.9 kW ബാറ്ററി പാക്ക് ഉൾക്കൊള്ളുന്ന വിൻസർ പ്രോയുടെ സമീപകാല ലോഞ്ചോടെ വിൻസറിന്റെ വിൽപ്പനയും ആവശ്യകതയും വർദ്ധിക്കുമെന്നാണ് പ്രതീക്ഷിച്ചത്. ഇത് ടാറ്റ മോട്ടോഴ്സിന് മേലുള്ള മത്സര സമ്മർദ്ദം വർദ്ധിപ്പിക്കുമെന്നും വിപണി വിദഗ്ധരും കരുതുന്നുണ്ട്. ഇതിന് കാരണം പുതിയ വകഭേദം നെക്സോൺ, പഞ്ച് EV എന്നിവയുമായി മാത്രമല്ല, ടാറ്റ അടുത്തിടെ പുറത്തിറക്കിയ കർവ് EVയുമായി മത്സരിക്കുമെന്നാണ്.